പതിവിന് വിരുദ്ധമായി വാർത്താ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു കഥ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസ് കാലമല്ലേ? ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കഥ. ഇന്നേക്ക് 180 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1843 ക്രിസ്മസ് കാലം, ഇംഗ്ലണ്ടിൽ എ ക്രിസ്മസ് കാരൽ എന്ന പേരിൽ ചെറിയൊരു നോവൽ പ്രസിദ്ധീകരിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് വിശ്വസാഹിത്യത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള കൃതികളിലൊന്നായി അത് മാറി. നമുക്ക് ഒലിവർ ട്വിസ്റ്റിനെ നന്നായിട്ടറിയാം. വിശ്വപ്രസിദ്ധമായ കഥകൾ സമ്മാനിച്ച ചാൾസ് ഡിക്കൻസിൻ്റെ കഥയാണത്. അദ്ദേഹത്തിൻ്റെ തന്നെ പേനയിൽ നിന്നുണ്ടായ സുന്ദരമായൊരു കഥയാണ് ഞാൻ പറയുവാൻ പോകുന്നത്. കേവലം ഒരു ക്രിസ്മസ് കാല കഥ എന്നതിലുപരി വിക്ടോറിയൻ കാലഘട്ടത്തിലെ സാമൂഹിക അനീതികൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രഹരമായിരുന്നു ഈ ചെറിയ നോവൽ. ലണ്ടനിലെ ഒരു പിശുക്കനായ എബനേസർ സ്ക്രൂജ് എന്ന വൃദ്ധൻ്റെ മാനസാന്തരത്തിൻ്റെ കഥയാണിത്. ആ കഥയിലേക്ക് നമുക്ക് പോകാം. കഥ തുടങ്ങുന്നത് ലണ്ടനിലെ തണുത്തുറഞ്ഞ ഒരു ക്രിസ്മസ് തലേന്നാണ്. ശക്തമായി മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ലണ്ടനിലെ തെരുവുകളേക്കാൾ തണുപ്പ് എബനേസർ സ്ക്രൂജ് എന്ന വൃദ്ധൻ്റെ മനസ്സിലായിരുന്നു. പിശുക്കനായ, വികാരങ്ങളില്ലാത്ത, കരിങ്കല്ലിനേക്കാൾ ഉറപ്പുള്ള മനസ്സ്, അതായിരുന്നു സ്ക്രൂജ്. അയാളുടെ കണ്ണുകൾക്ക് തണുപ്പിൻ്റെ നിറമായിരുന്നു. ചുണ്ടുകൾക്ക് മഞ്ഞുപോലെ വിളറിയ നീല നിറവും. സ്ക്രൂജിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്നത് സമയം കളയാനുള്ള ഒരു മണ്ടത്തരമായിരുന്നു. എല്ലാം ശുദ്ധ തട്ടിപ്പ് എന്നതായിരുന്നു ക്രിസ്മസിനെ കുറിച്ചുള്ള അയാളുടെ സ്ഥിരം പല്ലവി. സ്ക്രൂജ് ആരെയും ബഹുമാനിച്ചില്ല, ആരോടും കരുണ കാണിച്ചില്ല. അങ്ങനെ ഒരു ജീവിതമായിരുന്നു സ്ക്രൂജിൻ്റേത്. 7 വർഷം മുൻപ് മരിച്ചുപോയ തൻ്റെ ബിസിനസ് പങ്കാളി ജേക്കബ് മാർലിയെ പോലും അയാൾ ഓർക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയും പണം സമ്പാദിക്കണം, കൂട്ടിവെക്കണം, ഇത് മാത്രമായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. അന്നത്തെ സായാഹ്നം സ്ക്രൂജിൻ്റെ അനന്തരവൻ ഫ്രെഡ് സന്തോഷത്തോടെ അവിടേക്ക് വന്നു. ഹാപ്പി ക്രിസ്മസ് അങ്കിൾ, അവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും സ്ക്രൂജ് സ്വതസിദ്ധമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചു. എന്ത് ഹാപ്പി? ആർക്ക് ഹാപ്പി? ദരിദ്രവാസിയായ നിനക്ക് സന്തോഷിക്കാൻ എന്താണ് അവകാശം? സ്ക്രൂജ് അവനെ ആട്ടിപ്പായിച്ചു. ഫ്രെഡ് പോയി കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ സംഭാവന ചോദിച്ചുകൊണ്ട് ചില ചാരിറ്റി പ്രവർത്തകർ വന്നു. പാവങ്ങളൊക്കെ മരിക്കുന്നതാണ് നല്ലത്, അങ്ങനെയെങ്കിലും ഈ ഭൂമിയിലെ അധിക ഭാരം ഒഴിയുമല്ലോ എന്ന് പറഞ്ഞ് സ്ക്രൂജ് അവരെയും പരിഹസിച്ചയച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് തൻ്റെ ഗുമസ്തനായി ജോലി ചെയ്യുന്ന ബോബ് ക്രാച്ചിറ്റ് തണുത്ത് വിറച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് ബോബ് വന്ന് ക്രിസ്മസ് ദിവസം അവധി തരണം, നാളെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. നീ എൻ്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിന് തുല്യമാണിത് എന്ന് പെറുപിറുത്തുകൊണ്ട്, എന്നാൽ ശരി, നാളെ വരണ്ട എന്ന് സ്ക്രൂജ് സമ്മതിച്ചു. അന്ന് രാത്രി സ്ക്രൂജ് തൻ്റെ വിജനമായ വലിയ വീട്ടിലെത്തി. പതിവ് പോലെ അയാൾ എന്തൊക്കെയോ വാരിക്കഴിച്ചിട്ട് ഉറങ്ങുവാൻ കിടന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. വാതിലിലെ കുറ്റികൾ ഇളകുന്നു. മുറിയിലെ മണികൾ താനെ ചലിച്ചു തുടങ്ങി. തണുത്ത കാറ്റ് വീശുവാൻ തുടങ്ങി. ശരീരത്തിൻ്റെ ഭാഗം എന്നതുപോലെ തോന്നിക്കുന്ന വലിയ ചങ്ങലകൾ കിലുക്കിക്കൊണ്ട് ഒരു രൂപം സ്ക്രൂജിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ സൂക്ഷിച്ചു നോക്കി. അത് 7 വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ജേക്കബ് മാർലിയാണ് വന്നിരിക്കുന്നതെന്ന് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. മാർലിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നത് ഭയാനകമായൊരു രൂപത്തിലാണ്. അയാളുടെ ശരീരത്തിൽ നീളമുള്ള ഭാരമേറിയ ചങ്ങലകൾ ചുറ്റിയിട്ടുണ്ട്. ഈ ചങ്ങലകളിൽ പണപ്പെട്ടികൾ, താക്കോലുകൾ, ആധാരങ്ങൾ, ലെഡ്ജറുകൾ, നാണയങ്ങൾ നിറച്ച ഭാരമേറിയ സഞ്ചികൾ എന്നിവയെല്ലാം തൂങ്ങിക്കിടക്കുന്നുണ്ട്. വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ഈ ഭാരമെല്ലാം വലിച്ചുകൊണ്ട് ആ രൂപം പതുക്കെ ചലിച്ചിരുന്നത്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ തന്നെ നിർമ്മിച്ച ചങ്ങലയാണിത്. സഹജീവികളെ സഹായിക്കാതെ പണത്തിന് പിന്നാലെ മാത്രം പോയതിൻ്റെ ശിക്ഷയാണ്. മരണശേഷം ഞാൻ ഈ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് അലയേണ്ടി വന്നിരിക്കുന്നു. മാർലി തണുത്തുറഞ്ഞ ശബ്ദത്തിൽ സ്ക്രൂജിനോട് പറഞ്ഞു. താൻ അനുഭവിക്കുന്ന ദുരിതം തൻ്റെ സുഹൃത്തായ സ്ക്രൂജിനുണ്ടാകരുത് എന്ന് മാർലി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സ്ക്രൂജിന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാർലി വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ 3 ആത്മാക്കൾ സ്ക്രൂജിനെ സന്ദർശിക്കാൻ വരുമെന്നും അവരെ അനുസരിച്ചാൽ എനിക്കുണ്ടായ ഈ വിധിയിൽ നിന്ന് നീ എങ്കിലും രക്ഷപ്പെടുമെന്നും മാർലി സ്ക്രൂജിനോട് പറഞ്ഞു. എബനേസർ, മാർലി സ്ക്രൂജിനെ വിളിച്ചു.
ജീവിച്ചിരിക്കുമ്പോൾ സഹജീവികളെ സ്നേഹിക്കാത്ത നിന്നെ കാത്തിരിക്കുന്നത് എന്നേക്കാൾ വലിയ ചങ്ങലയാണ്. ഭയന്ന് വിറച്ച സ്ക്രൂജിനോട് മാർലി വീണ്ടും ഓർപ്പിച്ചിട്ട് ഇപ്രകാരം കൂടെ പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി 3 ആത്മാക്കൾ നിന്നെ സന്ദർശിക്കും. അവർ പറയുന്നത് നീ കേൾക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇത്രയും പറഞ്ഞ ആ രൂപം ഇരുളിലേക്ക് മറഞ്ഞുപോയി. മാർലി പറഞ്ഞതുപോലെ അന്ന് രാത്രി 3 പ്രേതങ്ങൾ എബനേസർ സ്ക്രൂജിനെ തേടിയെത്തി. 3 ക്രിസ്മസുകളുടെ പ്രേതങ്ങളാണ് വന്നത്. ക്ലോക്കിലെ മണി 1 അടിച്ചപ്പോൾ ആദ്യത്തെ ആത്മാവെത്തി. കഴിഞ്ഞുപോയ ക്രിസ്മസുകളുടെ പ്രേതമാണത്. ഒരു മെഴുകുതിരി നാളം പോലെ തിളങ്ങുന്ന ഒരു രൂപം. ആത്മാവ് സ്ക്രൂജിൻ്റെ കൈപിടിച്ച് അയാളുടെ ബാല്യകാലത്തിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അവർ ചെന്നെത്തിയത് സ്ക്രൂജ് പഠിച്ചിരുന്ന പഴയ സ്കൂളിലേക്കാണ്. അവിടെ ക്രിസ്മസ് അവധിക്ക് കാശുകാരൊക്കെ വീടുകളിൽ പോയപ്പോൾ തനിച്ചിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ അവർ കണ്ടു. സ്ക്രൂജ് സൂക്ഷിച്ചു നോക്കി. അത് താൻ തന്നെയായിരുന്നു. ഏകാന്തതയിൽ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ കൂട്ടുകാരായി കണ്ട ആ കുട്ടിയെ നോക്കി വൃദ്ധനായ സ്ക്രൂജ് അറിയാതെ തേങ്ങിപ്പോയി. പാവം കുട്ടി. അയാളുടെ ചുണ്ടുകൾ ആ വാക്കുകൾ ഉച്ചരിച്ചു. തലേന്ന് രാത്രി തൻ്റെ വാതിലിൽ മുട്ടിയ കാരൽ പാട്ടുകാരനായ കുട്ടിയോട് ക്രൂരമായി പെരുമാറിയതിൽ അയാൾക്ക് ആദ്യമായി കുറ്റബോധം തോന്നി. പിന്നീട് അവർ കണ്ടത് സ്ക്രൂജിൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ഫാനിയെയാണ്. സ്നേഹത്തോടെ സ്ക്രൂജിനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നിരിക്കുകയാണ് അവൾ. ഫാനിക്ക് ഒരു മകനില്ലേ, ഫ്രെഡ് എന്ന പേരിൽ? ആത്മാവ് ചോദിച്ചപ്പോൾ സ്ക്രൂജിന് തൻ്റെ അനന്തരവനോട് ചെയ്ത ക്രൂരത ഓർമ്മയിലേക്ക് കയറി വന്നു. അവനെയാണല്ലോ അല്പം മുമ്പ് സ്ക്രൂജ് ഓടിച്ചു വിട്ടത്. ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച അവസാനത്തേതായിരുന്നു. യുവാവായ സ്ക്രൂജും അവനെ പ്രാണന് തുല്യം സ്നേഹിച്ച കൂട്ടുകാരി ബെല്ലയും. പണത്തോടുള്ള സ്ക്രൂജിൻ്റെ ആർത്തി കണ്ട് ബെല്ല അയാളെ ഉപേക്ഷിച്ചു പോകുന്ന രംഗമാണ്. അവൾ പറയുന്നു, നിങ്ങൾക്ക് എന്നേക്കാൾ ഇഷ്ടം പണത്തെയാണ്, സ്വർണത്തെയാണ്. അവൾ അവനെ ഉപേക്ഷിച്ചു പോയപ്പോൾ സ്ക്രൂജിൻ്റെ ഹൃദയം തകർന്നു. ബെല്ലെ മറ്റൊരു കുടുംബത്തോടൊപ്പം ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ സ്ക്രൂജ് പൊട്ടിക്കരഞ്ഞു. എന്നെ തിരികെ കൊണ്ടുപോകൂ, എനിക്ക് കാണാൻ വയ്യ, അയാൾ നിലവിളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്ക്രൂജിനെ തേടി 2ാമത്തെ പ്രേതമെത്തി. മുറിയിൽ നിറയെ പ്രകാശം. പച്ച വസ്ത്രം ധരിച്ച ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭീമാകാരനായ ഒരാളായിരുന്നു ആ പ്രേതം. അത് ഇന്നത്തെ ക്രിസ്മസിൻ്റെ പ്രേതമാണ്. ആത്മാവ് സ്ക്രൂജിനെ ലണ്ടനിലെ തെരുവുകളിലേക്ക് കൊണ്ടുപോയി. ദരിദ്രരെങ്കിലും ആളുകൾ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് സ്ക്രൂജ് കണ്ടു. പിന്നെ അവർ നേരെ പോയത് സ്ക്രൂജിൻ്റെ ഗുമസ്തനായ ബോബ് ക്രാച്ചിറ്റിൻ്റെ ചെറിയ വീട്ടിലേക്കാണ്. അവിടെ ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അവിടെ സ്ക്രൂജ് ആ കാഴ്ച കണ്ടു. ബോബിൻ്റെ ഇളയ മകൻ ടൈനി ടിം എന്നാണ് അവൻ്റെ പേര്. അവന് നടക്കാൻ വയ്യ. ഊന്നുവടിയുടെ സഹായത്തോടെ മാത്രമേ അവന് ചലിക്കാൻ പറ്റത്തുള്ളൂ. അംഗവൈകല്യമുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഡാഡിയുടെ തോളിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള ചെറിയ ഭക്ഷണം അവർ പങ്കിട്ട് കഴിക്കുന്നത് സ്ക്രൂജ് നോക്കി നിന്നു. ടൈനി ടിം അപ്പോൾ പറഞ്ഞു, ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ കുട്ടി സ്ക്രൂജിൻ്റെ കരൾ അലിയിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആത്മാവെ, ആ കുട്ടി ജീവിക്കുമോ? സ്ക്രൂജ് ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, ഭാവിയിൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവൻ മരിക്കും. എന്തിനാ നീ വിഷമിക്കുന്നത്? അധികമുള്ള ജനസംഖ്യ അങ്ങനെയെങ്കിലും കുറയട്ടെ. സ്ക്രൂജ് മുൻപ് പറഞ്ഞ വാക്കുകൾ ആത്മാവ് അവനോട് തിരിച്ചടിക്കുകയായിരുന്നു. സ്വന്തം വാക്കുകൾ എത്ര ക്രൂരമായിരുന്നുവെന്ന് സ്ക്രൂജ് തിരിച്ചറിഞ്ഞ് തലകുനിച്ച നിമിഷമായിരുന്നു അത്. തുടർന്ന് അവർ ഫ്രെഡിൻ്റെ വീട്ടിലെത്തി. അവിടെ സ്ക്രൂജിനെക്കുറിച്ചും അയാളുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള ചർച്ച നടക്കുകയാണ്. താൻ അപമാനിച്ച് ആട്ടി ഓടിച്ച അനന്തരവൻ ഫ്രെഡ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സ്ക്രൂജിൻ്റെ മനസ്സ് വല്ലാതെ പതറി. ഞാൻ അങ്കിളിനെ വെറുക്കില്ല, അദ്ദേഹം എൻ്റെ അമ്മയുടെ സഹോദരനല്ലേ. ഇതായിരുന്നു ഫ്രെഡിൻ്റെ വാക്കുകൾ. 3ാമത്തെ ആത്മാവ് അല്പം ഭയാനകമായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച, മുഖമില്ലാത്ത, ഒരക്ഷരം പോലും മിണ്ടാത്തൊരു രൂപം. അത് വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ പ്രേതമായിരുന്നു. ആത്മാവ് സ്ക്രൂജിനെ ഭാവിയിലെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അവിടെ ആളുകൾ ഒരാളുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മരണത്തിൽ ആർക്കും ഒരു വലിയ വിഷമമൊന്നുമില്ലെന്ന് അവിടെ കൂടിയിരിക്കുന്നവരുടെ ശരീരഭാഷയിൽ നിന്നൊക്കെ, അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിലർ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട്.
അത് തൻ്റെ തന്നെ മരണമാണെന്ന് സ്ക്രൂജിന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് അവർ വീണ്ടും തൻ്റെ ജോലിക്കാരൻ ബോബ് ക്രാച്ചറ്റിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വല്ലാത്തൊരു നിശബ്ദത ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. ടൈനി ടിം മരിച്ചു പോയിരിക്കുന്നു. ബോബ് തൻ്റെ മകൻ്റെ ശവകുടീരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ചയാണ് സ്ക്രൂജ് കണ്ടത്. അയാൾ വിറച്ചുപോയി. എൻ്റെ കുഞ്ഞ് പോയി. ബോബിൻ്റെ വിലാപം സ്ക്രൂജിന് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ആത്മാവ് സ്ക്രൂജിനെ വിജനമായൊരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. കാട് പിടിച്ചു കിടക്കുന്ന വൃത്തിയില്ലാത്ത ഒരു കല്ലറയ്ക്ക് നേരെ ആത്മാവ് വിരൽ ചൂണ്ടി. ഭയത്തോടെ സ്ക്രൂജ് ആ കല്ലറയിലെ പേര് വായിച്ചു: എബനേസർ സ്ക്രൂജ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വെറുക്കപ്പെട്ട് മരിച്ചത് താനാണെന്ന് സ്ക്രൂജ് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇല്ല, ആത്മാവെ, എനിക്ക് മാറാനൊരു അവസരം തരൂ. ഞാൻ പഴയ മനുഷ്യനല്ല. ഞാൻ ക്രിസ്തുമസിനെ സ്നേഹിക്കും. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കും. ടൈനി ടിം മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സ്ക്രൂജ് ആത്മാവിൻ്റെ കാലിൽ വീണ് കേണപേക്ഷിച്ചു. അല്പസമയത്തിനകം സ്ക്രൂജ് കണ്ണു തുറന്നു. തൻ്റെ കിടക്കയിലാണ്. സമയം രാവിലെ ആയിരിക്കുന്നു. കണ്ടതെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഇത് ഏതാണ് ദിവസം? ജനാലയിലൂടെ കണ്ട ഒരു കൊച്ചുകുട്ടിയോട് സ്ക്രൂജ് വിളിച്ചു ചോദിച്ചു. ഇന്നോ? ഇന്ന് ക്രിസ്മസ് അല്ലേ? അവൻ സന്തോഷത്തോടെ അലറി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി. തൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ആത്മാക്കൾ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ പഠിപ്പിച്ച പാഠം സ്ക്രൂജിന് വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സന്തോഷം ഇങ്ങനെ നുരച്ചു പൊങ്ങി. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു. എനിക്കെൻ്റെ തെറ്റുകൾ തിരുത്താൻ സമയമുണ്ട്. സ്ക്രൂജ് ഒരു കൊച്ചുകുട്ടിയെ പോലെ പുഞ്ചിരിയോടെ തുള്ളിച്ചാടി. ആദ്യം തന്നെ സ്ക്രൂജ് പുറത്തേക്കിറങ്ങി കടയിൽ ചെന്ന് ഏറ്റവും വലിയ ടർക്കി കോഴിയെ വാങ്ങി. ആരുടെ സമ്മാനമാണെന്ന് പേര് വെളിപ്പെടുത്താതെ തൻ്റെ ഗുമസ്തനായ ബോബ് ക്രാച്ചറ്റിൻ്റെ വീട്ടിലേക്ക് അതിനെ കൊടുത്തുവിട്ടു. പിന്നെ വീട്ടിലെത്തി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സ്ക്രൂജ് തെരുവിലേക്ക് ഇറങ്ങി. വഴിയിൽ കണ്ടവരോടെല്ലാം മെറി ക്രിസ്മസ് എന്ന് പറയുവാൻ തുടങ്ങി. തലേ ദിവസം താൻ ആട്ടിയോടിച്ച ചാരിറ്റി പ്രവർത്തകരെ കണ്ട് അവർക്ക് ഭീമമായ ഒരു തുക സംഭാവനയായി കൊടുത്തു. അവിടെ നിന്ന് തൻ്റെ അനന്തരവൻ്റെ ഭവനത്തിലേക്ക്, ഫ്രെഡിൻ്റെ വീട്ടിലേക്ക് സ്ക്രൂജ് ചെല്ലുകയാണ്. അവിടെ വിരുന്ന് നടക്കുന്നു. ആ വിരുന്നിൽ സ്ക്രൂജ് പങ്കെടുത്തു. സ്ക്രൂജ് അവരോടെല്ലാം ക്ഷമ ചോദിച്ചു. അവരോടൊപ്പം ചേർന്ന് ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിട്ടു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ സ്ക്രൂജ് കാത്തിരിക്കുകയാണ്. സമയമായിട്ടും ബോബ് ക്രാച്ചറ്റ് എത്തിയിട്ടില്ല. അയാൾ അല്പസമയത്തിനകം പേടിച്ച് വിറച്ച് അവിടേക്ക് വന്നു. സമയം പോയല്ലോ, സ്ക്രൂജ് എന്ത് പറയും? സ്ക്രൂജ് ഗൗരവത്തിൽ പറഞ്ഞു, ഇത് ഇനി അനുവദിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ്. നിന്റെ കുടുംബത്തെ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും. ബോബിന് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. പിന്നീട് എബനേസർ സ്ക്രൂജ് പഴയ സ്ക്രൂജ് ആയിരുന്നില്ല. ലണ്ടൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യനായി അയാൾ മാറി. നല്ല യജമാനനായി, നല്ല അയൽക്കാരനായി, നല്ല സുഹൃത്തായി. ടൈനി ടിം മരിച്ചുപോയില്ല. സ്ക്രൂജ് അവനൊരു രണ്ടാം അച്ഛനെ പോലെയായി. അവൻ്റെ ചികിത്സ മുഴുവൻ അയാൾ ഏറ്റെടുത്ത് നടത്തി. സ്ക്രൂജിൻ്റെ ഹൃദയത്തിൽ എന്നും ക്രിസ്മസ് ഉണ്ടായിരുന്നു. ഈ കഥ നമ്മോട് പറയുന്നത് ഇതാണ്: സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒരിക്കലും സമയം വൈകിയിട്ടില്ല. ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് ചിലരിലേക്കെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ പ്രവർത്തികളിലൂടെ പ്രസരിപ്പിക്കുവാൻ ഈ കഥ നമുക്കൊരു പ്രചോദനമാകട്ടെ. ടൈനി ടിം പറഞ്ഞതുപോലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.